കണ്ണൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തയാളെ CPM പ്രവർത്തകർ മോചിപ്പിച്ചു. പോലീസുകാരെ പൂട്ടിയിട്ട ശേഷമാണ് പ്രതിയെ മോചിപ്പിച്ചത്. മണോളിക്കാവിലെ ഉത്സവത്തിനിടെ പോലീസുകാരെ ആക്രമിച്ച പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം. 55 CPM പ്രവർത്തകർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, പോലീസുകാരെ പൂട്ടിയിട്ട് പ്രതിയെ മോചിപ്പിച്ചെന്നാണോ? എപ്പോഴാണ് ഈ സംഭവം? എന്താണ് അറിയാനാകുന്നത്? കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ തലശ്ശേരിയിലുള്ള ഈ മണോളിക്കാവിൽ ഒരു ഉത്സവം നടക്കുന്നത്. ആ ഉത്സവത്തിന് തൊട്ട് മുൻപായി തന്നെ BJP CPM പ്രവർത്തകർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി പോലീസ് തന്നെ മുൻകൈയെടുത്ത് ഒരു സമാധാന കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു. പക്ഷേ ഈ ഉത്സവത്തിനിടയിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തിന്റെ ഭാഗമായാണ് പോലീസ് CPM പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ പോലീസുകാർക്ക് നേരെ അവരെ പൂട്ടിയിട്ട ശേഷം ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മോചിപ്പിക്കുകയും അവരെ പോലീസിന് നേരെ ചെറിയ കയ്യാങ്കളിയും അതുപോലെ തന്നെ തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ സംഭവത്തിന്റെ ഭാഗമായി 55 CPM പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ തലശ്ശേരി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിന്റെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ പോലീസിന് നേരെ ആക്രമണം അല്ലെങ്കിൽ പോലീസിനെ തടഞ്ഞുകൊണ്ട് ഇട്ടതിനു ശേഷം ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മോചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി തലശ്ശേരിയിൽ പ്രധാനപ്പെട്ട CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ പ്രദേശമെല്ലാം പറയുന്നത്. അപ്പോൾ അവിടെ ഈ പോലീസും CPMഉം തമ്മിൽ നേർക്കുനേർ വരുന്നതെന്നാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രത്യേകത എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇങ്ങനെ പോലീസിന് നേരെ ഒരു കയ്യാങ്കളിയിലേക്കോ അല്ലെങ്കിൽ പോലീസിന് നേരെ ആക്രമണം നടത്താൻ ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ CPM പ്രവർത്തകർ തയ്യാറായതില്ല. എന്നാൽ ഇപ്പോൾ CPMന്റെ തലശ്ശേരിയിലുള്ള ഈ മണോളിക്കാവ് വരുന്ന ആ പരിധിയിലുള്ള ലോക്കൽ സെക്രട്ടറിയെ തന്നെ പോലീസ് മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് അവർക്ക് നേരെ തിരിയുന്നു. അവർക്ക് നേരെ ഒരു സംഘടിതമായി CPM പ്രവർത്തകർ പോലീസിന് നേരെ തിരിയുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇതൊക്കെ ഒരു ഉത്സവത്തിനിടയിലാണ് എന്നതുകൂടിയാണ് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഈ 55 പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തലശ്ശേരി SI ആയിട്ടുള്ള അനിൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരാണ് CPM നേതാക്കളെല്ലാം തന്നെ വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം നടക്കുകയും ചെയ്യുന്നത്. ഈ മുഖ്യമന്ത്രി ഭരണത്തിലുള്ള പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുക്കരുത്, അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പോലീസിന് നേരെയും CPM പ്രവർത്തകർ. പക്ഷേ പോലീസുകാരെ പൂട്ടിയിട്ട് പ്രതിയെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനകത്ത് കയറി ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജില്ലയിലെ പാർട്ടി നേതൃത്വം ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ? ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. സ്മൃതി, ഇതിനാൽ പോലീസ് സ്റ്റേഷനകത്തല്ല, അതായത് ഈ ഉത്സവം നടക്കുന്ന ആ പ്രദേശത്ത് വെച്ച് തന്നെയാണ് ഈ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത്. ആ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനാണ് CPM പ്രവർത്തകരും നേതാക്കളും എല്ലാം സംഘടിച്ച് പോലീസ് വാഹനത്തിലും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ഒരു വളഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഇവരെ പൂട്ടിയിട്ട ശേഷം ഈ പ്രതികളെ എല്ലാം മോചിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനമാണ് ഈ CPM പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പോലീസ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ആൾക്കാരെ വളരെ പെട്ടെന്ന് അവിടെ മാറ്റുക, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ CPM പ്രവർത്തകർ അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല, പോലീസ് അല്ലെങ്കിൽ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനോട് ഒരു തർക്കമുണ്ടായി. പിന്നീട് അതിനുശേഷം അത് കൂട്ടാക്കാതെ വന്നതോടുകൂടിയാണ് കൂടുതൽ ഒരു ശക്തമായിട്ടുള്ള നടപടി ഈ CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന. അവർ പോലീസിനെ ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് പോലീസിനെ പരിപൂർണമായും ബന്ദിയാക്കിയെന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ആ രീതിയിൽ തന്നെ പോലീസിനെ ബന്ദിയാക്കി ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള പ്രതികളെ മോചിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 55 CPM പ്രവർത്തകരൊക്കെയാണ് ഇപ്പോൾ തലശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പോലീസിന് നേരെ ആക്രമണം നടത്തി, അതുപോലെ തന്നെ ഈ ശരിയായ രീതിയിലുള്ള ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ്. ശരി അർജുൻ, ഇതിനോട് CPM ജില്ലാ നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് CPM പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസുകാരെ പൂട്ടിയിട്ടിട്ടാണ് പ്രവർത്തകരെത്തി CPM പ്രവർത്തകരെ മോചിപ്പിച്ചത്.